പത്മജയെ LDF-ൽ എത്തിക്കാനായി ചർച്ച നടത്തിയിരുന്നുവെന്ന് സംബന്ധിച്ച് ദല്ലാൽ നന്ദകുമാർ EP ജയരാജന്റെ ആവശ്യപ്രകാരമാണ് പത്മജയുമായി ചർച്ച നടത്തിയതെന്നും ദല്ലാൽ നന്ദകുമാർ പറയുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തായിരുന്നു ചർച്ച. പത്മജ സൂപ്പർ പദവികൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ചർച്ച മുന്നോട്ട് പോകാത്തതെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പത്മജ വേണുഗോപാൽ തൃക്കാക്കര ഇലക്ഷൻ സമയത്ത് LDF-ലേക്ക് വരാനൊരു ചർച്ച നടന്നിരുന്നു. താങ്കളാണ് അന്ന് ചർച്ച നടത്തിയതെന്നാണ് ഉയർന്ന ആരോപണം. എന്തായിരുന്നു അതിന്റെ വസ്തുത? തൃക്കാക്കര ബൈ ഇലക്ഷൻ സമയത്താണ്. തൃക്കാക്കര ബൈ ഇലക്ഷൻ്റെ നിയോജകമണ്ഡലം ചുമതല EP ജയരാജനായിരുന്നു. അന്ന് അദ്ദേഹം ഈ വിഷയം ഞാനും അദ്ദേഹം കൂടി സംസാരിച്ചു. അന്ന് പത്മജ വേണുഗോപാൽ ദുബായിലായിരുന്നു. അവരെ വിളിച്ച് LDF-ൻ്റെ ഭാഗമാകാൻ പറഞ്ഞു. അവർക്ക് അതനുസരിച്ചുള്ള പരിഗണന LDF കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സപ്പോർട്ടിങ് സഹായം എടുത്ത ആളാണ് പത്മജ വേണുഗോപാൽ. ഞാൻ തന്നെയാണ് പത്മജ വേണുഗോപാലിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള എന്തോ തസ്തിക വേണമെന്നുള്ളൊരു ആവശ്യത്തിലേക്ക് വന്നുകൊണ്ടാണ് അന്നത്തെ ആ LDF-ൻ്റെ ഭാഗമാവാൻ കഴിയാതെ പോയത്. പത്മജ വേണുഗോപാലിനോട് എൻ്റെ ഫോൺ വഴി സംസാരിക്കുകയാണ് ചെയ്തത്. താല്പര്യത്തോടു കൂടി തന്നെ സംസാരിച്ചു. അത് മുഖ്യമന്ത്രിയോടും ശ്രദ്ധയിൽ EP സംസാരിച്ചതിന് ശേഷം രണ്ടാമത് സംസാരിച്ചു. പത്മജ വേണുഗോപാൽ അടിയന്തരമായി ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചും വന്നതിന് ശേഷം പിന്നെയുള്ള ഈ പരിഗണനകളുടെ സൂപ്പർ പരിഗണനകൾ വേണമെന്നുള്ളൊരു ഡിമാൻഡാണ് അതിന് തടസ്സമായി എന്നാണ് എൻ്റെ അറിവ്. ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമായിരുന്നു അന്ന് വാഗ്ദാനം. എന്നോടൊന്ന് എന്തായിരിക്കണം പത്മജയെ പരിഗണിച്ചാലെന്നുള്ള ഞങ്ങളൊരു ഇൻറ്റേർണൽ സംസാരം വന്നപ്പോൾ വനിതാ കമ്മീഷനാണല്ലോ ഒരു വനിതയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു തസ്തിക, അതിനെക്കുറിച്ച് അന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംസാരം നടന്നു. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല, ഒരു പരിഗണന കൊടുത്ത്, പക്ഷെ സൂപ്പർ പരിഗണന എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് അന്ന് നടക്കാണ്ട് പോയത്. ഇടപാടുകളിൽ എന്ന പോലെ നന്ദകുമാർ ഈ വിഷയത്തിലും ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത്. എന്തായിരുന്നു ഈ സൂപ്പർ പദവി എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ടോ? EP ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ തന്നെയാണ് തനിക്ക് LDF-ലേക്ക് ക്ഷണം കിട്ടിയിരുന്നു. അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്താണ് എന്ന കാര്യം വ്യക്തമാക്കിയത്. പക്ഷേ ആരാണ് ഇത് തന്നെ ക്ഷണിച്ചതെന്നോ ഇടനില നിന്നോ എന്ന കാര്യത്തിലൊന്നും പത്മജ വേണുഗോപാൽ പേര് വ്യക്തമാക്കിയിരുന്നില്ല. ഇപ്പോൾ TG നന്ദകുമാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് താനാണ് പത്മജ വേണുഗോപാലുമായി ചർച്ച നടത്തിയത്. LDF കൺവീനറായ EP ജയരാജൻ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു പത്മജ വേണുഗോപാലിനെ LDF-ലേക്ക് ക്ഷണിച്ചത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്താണ്. അന്ന് പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തൃക്കാക്കരയിൽ എത്തിയപ്പോൾ വിട്ടുനിന്നിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ മാറി നിൽക്കുന്നതെന്ന് പത്മജയെ വിളിച്ചിരുന്നു. അപ്പോഴാണ് ഇവർ താൻ നിരാശയാണെന്ന തരത്തിൽ കാര്യം സംസാരിച്ചത്. ഇത് EP ജയരാജനുമായി സംസാരിച്ചു. അങ്ങനെയെങ്കിൽ പത്മജയെ LDF-ലേക്ക് ക്ഷണിക്കൂ എന്ന് EP ജയരാജൻ ആവശ്യപ്പെടുകയും ആ ചർച്ചകൾ താൻ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തുവെന്നാണ് TG നന്ദകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും പത്മജ ചില സൂപ്പർ പദവികൾ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയില്ല. മറ്റൊരു കാര്യം ഈ TG നന്ദകുമാർ പറയുന്നത് അന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുടെ ഭാര്യയുടെ പേര് ചില വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ വന്നിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പത്മജയോട് ഇതിന് LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോസ്റ്റ് ഇടണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ പത്മജി ആ സമയത്ത് പോസ്റ്റ് ഇട്ടു. അത് LDF-മായി താൻ സംസാരിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. അങ്ങനെ ചില സഹായങ്ങൾ ആ സമയത്ത് ചെയ്തിരുന്നുവെന്നൊക്കെ TG നന്ദകുമാർ അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും LDF കൺവീനറായ EP ജയരാജൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പത്മജയെ LDF-ലേക്ക് അന്ന് ക്ഷണിച്ചത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വാഗ്ദാനം ചെയ്തു. പക്ഷേ പത്മജ അതിനുമപ്പുറത്തുള്ള ചില പദവികൾ ചോദിച്ചതുകൊണ്ട് അദ്ദേഹം വിശേഷിപ്പിച്ചത് സൂപ്പർ പദവികൾ എന്നാണ്. അങ്ങനെ ചില പദവികൾ ആവശ്യപ്പെട്ടതുകൊണ്ട് ആ ചർച്ച മുന്നോട്ട് പോയില്ല എന്നതാണ് TG നന്ദകുമാർ വ്യക്തമാക്കുന്നത്.